മാങ്ങ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു മാങ്ങ തിന്നണമെന്ന്. പിന്നെ ഞങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഒട്ടും അമാന്തിക്കേണ്ട, ഞങ്ങൾ മാങ്ങ തിന്നുന്ന കാര്യത്തിൽ ഒട്ടും മോശമല്ല. അതുപോലെ മൂക്ക് മുട്ട എന്ന് പറയത്തില്ലേ, അതുപോലെ പല്ല് പുളിക്കുന്നത് വരെ മാങ്ങ തിന്നില്ല ശീലം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറയായിട്ട് ഞങ്ങൾ എല്ലാവരും ഒട്ടും മോശമല്ല. പിന്നെ കിട്ടിയതിനകത്ത് തന്നെ വലിയ മാങ്ങാനെ ഞാൻ നോക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം ഇതിന് കുറേ അവകാശികളുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മുളക് പൊടി എടുക്കുന്നുണ്ട് കരുത് ഒത്തിരി ഉണ്ടായിരിക്കും കേട്ടോ, പക്ഷേ ഇതിന് എരിവില്ല, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇടുന്ന കണ്ട ഒരുപാടുണ്ടെന്ന് തോന്നിക്കുന്നതാണേ. അപ്പം ഞാൻ നല്ലപോലെ അരകലിൻ്റെ സൈഡ് വെച്ചിട്ട് ഇടിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ലപോലെ അതിനെ ഇടിച്ച് ചമ്മന്തിയാക്കി എടുക്കുന്നുണ്ട്. അത് നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ആദ്യം ഒഴിക്കുന്നതായിരുന്നു, പക്ഷേ ഇപ്പം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ തികച്ച ഓപ്ഷണൽ മാത്രമാണ്. അപ്പം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. പിന്നെ മാങ്ങയുടെയും ഉപ്പിൻ്റെയും മുളകിൻ്റെയും ഒന്ന് രുചി ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും മാങ്ങ കിട്ടുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാം മിക്കവാറുള്ളവരെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് കുറേ കുഞ്ഞിക്കൈകൾ ഇടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേച്ചിയുടെ മക്കളും എൻ്റെ മോളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരോടും ചേർത്ത് കഴിച്ചു. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ.